സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെയാണ് ജേണി വിത്ത് അൻവറിന്റെ വീഡിയോയിലൂടെ നാം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൂടെ ജാഹിലിയ കാലഘട്ടത്തിലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് നാം പരിചയപ്പെട്ടത്. തന്റെ സഹോദരി ഫാത്തിമയുടെ വീട്ടിലേക്ക് വരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടാക്കിയ ചാഞ്ചല്യം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവിടെ വരെയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തതെന്ന് തോന്നുന്നു. ദാറുൽ അർഖമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിലൂടെ വളരെ കുറഞ്ഞ ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അബൂജഹലിന് മറ്റൊരു പേരായിരുന്നു ഉമർ. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഭാഗങ്ങളിലൂടെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു. സഹോദരി ഫാത്തിമയുടെ വീട്ടിൽ നിന്നും കേട്ട വിശുദ്ധ ഖുർആൻ പാരായണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വിപ്ലവം സൃഷ്ടിച്ചു. സഹോദരന്റെ മാനസിക പരിവർത്തനം സഹോദരി ഫാത്തിമയുടെ ഹൃദയത്തെ കുളിരണിയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിപ്പോൾ മുഹമ്മദ് നബിയുടെ അരികിലെത്തണം. ഉടൻ നബിയെ അന്വേഷിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നും വഹീൽ ലഭിച്ച പ്രകാരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തു തുടങ്ങിയിട്ട് 5 നവവത്സരങ്ങൾ കഴിഞ്ഞു. പക്ഷേ വിശ്വാസികൾ വളരെ കുറച്ചു മാത്രമേ അത്രയും കാലത്തിനിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏറിയാൽ 90, അവരിൽ തന്നെ പകുതിയോളം സ്ത്രീകൾ. ഇസ്ലാമിൻ്റെ സത്യസന്ധതയും ബിംബാരാധനയിലെ ബുദ്ധിശൂന്യതയും മനസ്സിലാക്കിയവർ തന്നെ പരിശുദ്ധ ദീൻ പുണരുന്ന കാര്യത്തിൽ അറച്ചു നിന്നു. അതിന് കാരണം പലതുമുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് 1-2 അതായത് ഇസ്ലാം പരസ്യമായിട്ടില്ല, പ്രബോധനം രഹസ്യമായാണ്. പരസ്യമായി ഈ പ്രസ്ഥാനത്തിൽ അകപ്പെട്ടാൽ പലവിധ മർദ്ദനങ്ങളും സഹിക്കേണ്ടി വരും. ഖത്താബിൻ്റെ മകനായ ഉമറും ഹിഷാമിൻ്റെ മകനായ അബൂജഹലുമാണ് മക്കത്തെ ശക്തിയുടെ ഉറവിടങ്ങൾ. അവരുടെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുന്നവരാണ് 95% ജനങ്ങളും. അതിന് വിരുദ്ധമായൊരു വാക്കുപോലും അവർക്കാർക്കും ചിന്തിക്കാൻ പോലും അന്ന് സാധിച്ചിരുന്നില്ല. ഇസ്ലാമിക പ്രബോധനം അതീവ രഹസ്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദാറുൽ അർഖമിലാണ് നബിയും അനുചരന്മാരും സന്ധിക്കാറ് പതിവ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാർക്ക് ദീനിയായ കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചു കൊടുക്കുകയും രഹസ്യമായ മറ്റു പ്രചരണ പരിപാടികളിൽ ഏർപ്പെടുകയും ചെയ്യും. പക്ഷേ പുരോഗതി വളരെ കുറവ്. ഈ സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, എൻ്റെ രക്ഷിതാവേ, 2 ഉമറിനെ കൊണ്ട് നീ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ശക്തി പകരേണമേ. ഹിഷാമിൻ്റെ മകനായ അബൂജഹലിനും ഉമർ എന്ന് പേരുണ്ടായിരുന്നു. നബിയുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു അത്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ശക്തനും ആത്മധൈര്യമുള്ളവനുമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈമാനിൻ്റെ വിളിയുമായി ദാറുൽ അർഖമിലേക്ക് കുതിച്ചെത്തി. അന്നും പതിവ് പോലെ അർഖമിൻ്റെ വീട് സജീവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിലപ്പെട്ട സാരോപദേശങ്ങൾ കൊണ്ട് സ്വഹാബി വര്യന്മാരെ ഉത്ഭുതരാക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്നും ഒരു കാൽപെരുമാറ്റം. എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായി. ഒരാൾ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി നടന്നെടുക്കുകയാണ്. അവർ സൂക്ഷിച്ചു നോക്കി. ആരാണത്? അത് ഉമറാണ്. ധീര വീര ശൂര പരാക്രമിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തായിരിക്കും അയാളുടെ വരവിൻ്റെ ഉദ്ദേശം? തങ്ങളെ അപായപ്പെടുത്താനായിരിക്കുമോ? വാളും ഊരിപ്പിടിച്ചുകൊണ്ടുള്ള ആ വരവ് മറ്റെന്തിനാണ്? എല്ലാവരുടെയും കണ്ണുകളിൽ ഭീതിയുടെ നിഴലാട്ടം. പിന്നെ അവരൊന്ന് ഉറച്ചു, എന്ത് വന്നാലും ശരി, നേരിടുക തന്നെ. ഹൻസബ്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖണ്ഡത്തിൽ നിന്നും പിടിമുറുക്കി. അദ്ദേഹം പറഞ്ഞു, ഉമർ നല്ല നിലക്കാണ് വരുന്നതെങ്കിൽ അവന് നല്ലത്. വേണ്ടാത്ത വല്ല ഉദ്ദേശവും അവൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ അന്നേരം ഈ വാളിന് ഇരയാകും.
നബി മാത്രം സുസ്മരവരതനായി ഇരുന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു മുന്നിലേക്കെത്തി. നബിയുടെ അനുമതി പ്രകാരം വാതിൽ തുറക്കപ്പെട്ടു. ഹംസ റളിയല്ലാഹു അൻഹു വാൾപ്പിടിയിൽ കൈ ഒന്നുകൂടി മുറുക്കി. ഉമർ റളിയല്ലാഹു അൻഹു നേരെ നടന്നത് നബിയുടെ സന്നിധിയിലേക്കായിരുന്നു. അദ്ദേഹം നബിയുടെ മുമ്പിലെത്തി ഉടനെ ഇപ്രകാരം പ്രഖ്യാപിച്ചു: അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇത് കേട്ട് നബിയുടെ കൂടെ ദാറുൽ അർക്കമിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഹാബികളും അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മഹത്തായ സംഭവമായിരുന്നു. അന്ന് വരെ ധൈര്യപ്പെടാത്ത പലരും അദ്ദേഹത്തിന്റെ വരവോടെ പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവരായി മാറി. തങ്ങൾ അവലംബിച്ചത് സത്യത്തിന്റെ മാർഗമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്. എന്തിനത് രഹസ്യമാക്കി വെക്കണം? ഉമറിന് അതാണ് മനസ്സിലാകാതിരുന്നത്. അദ്ദേഹം നേരെ അബൂജഹലിന്റെ സമീപത്തേക്കോടി. ഞാൻ ഇസ്ലാം മതം വിശ്വസിച്ചിരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അബൂജഹലിന് ആ വാർത്ത കേട്ട് അരിശം സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടമാനം വഴക്ക് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹം പിന്മാറിയില്ല. നേരെ കഅബയിലേക്കാണ് പിന്നീട് പോയത്. കഅബയിലെത്തിയ ഉടനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു: ഞാനിതാ സത്യത്തിന്റെ മാർഗം അവലംബിച്ചിരിക്കുന്നു. മക്കക്കാരായ ഖുറൈശികൾക്ക് ഉമർ തങ്ങളെ പരിഹസിക്കുകയാണെന്ന് തോന്നി. അവർ ഒന്നടങ്കം അങ്ങോട്ട് കുതിച്ചു. അടി, ഇടി, ശകാരം, മർദ്ദനങ്ങൾ കൊണ്ട് അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വീർപ്പുമുട്ടിച്ചു. മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ അവർക്കായില്ല. ഉമർ റളിയല്ലാഹു അൻഹു സർവ്വവിധേനയും ചെറുത്തു നിൽക്കുകയും തൻ്റെ വിശ്വാസത്തെ ആടയുറപ്പിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പലയാവർത്തി ഉച്ചരിക്കുകയും ചെയ്തു. ഈമാനിന്റെ ശക്തമായ വെളിച്ചം ഹൃദയത്തിൽ പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മർദ്ദനവും ഏൽക്കുകയില്ല. ഐഹിക ജീവിതം നശ്വരമാണ്, പാരത്രിക ജീവിതമാണ് ശാശ്വതമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് മർദ്ദനങ്ങളെല്ലാം വളരെ നിസ്സാരമായിരിക്കും. ദീർഘനേരം മുശ്രിക്കുകൾ ഉമറിനെ മർദ്ദിച്ചു. അവസാനം ആസിബ് ഇബ്നു വാലയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് നബിയും അനുചരന്മാരും അർക്കമിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നത് ഒട്ടും ഇഷ്ടമായില്ല. ഇതെന്ത് കഥ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എല്ലാവരുടെയും ഇടയിലേക്ക് ഇറക്കി കൊണ്ടുവരേണ്ടതല്ലേ? എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടതല്ലേ? പിന്നെ എന്തിനിങ്ങനെ ഒളിച്ചും പതുങ്ങിയും നടക്കുന്നു? സത്യവിശ്വാസം പരസ്യമാക്കണം. തൻ്റെ ഉള്ളിലുള്ളത് നബിയോട് തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചില്ല. അല്ലയോ പ്രവാചകരെ, നാം ഹക്കിന്റെ മാർഗത്തിലല്ലേ നിലകൊള്ളുന്നത്? അതെ, നാം മരണമടയുകയാണെങ്കിൽ ഹക്കിന്റെ പാതയിൽ തന്നെ ആയിരിക്കുകയില്ലേ? അതെ, പിന്നെ എന്തിനാണ് ഈ സത്യത്തെ നാം ഗോപ്യമാക്കി വെക്കുന്നത്? നമുക്ക് ധൈര്യസമേതം പുറത്തിറങ്ങി പ്രബോധനം നടത്തരുതോ? ഉമറിന്റെ വാക്കുകൾ ശരിയാണെന്ന് നബിക്കും ബോധ്യമായി. അവിടുന്ന് തൻ്റെ സ്വഹാബി വര്യന്മാരെ 2 വരിയായി നിർത്തി. ഒരു വരിയുടെ മുന്നിൽ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു വരിയുടെ മുന്നിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും നിർത്തി. ആ 2 വരിയും അടിവെച്ച് മസ്ജിദുൽ ഹറമിലേക്ക് നീങ്ങി. തക്ബീർ ധ്വനികളോടെയുള്ള ആ വരവ് കണ്ട് ഖുറൈശി പ്രമുഖർ പകച്ചു നിന്നു. അവർക്ക് മറുത്തൊരക്ഷരം ഉരിയാടാൻ തോന്നിയില്ല. മുന്നിൽ നിൽക്കുന്നത് ഹംസയാണ്, അബ്ദുൽ മുത്തലിബിന്റെ സന്തതി. അദ്ദേഹത്തിന്റെ വീരപരാക്രമത്വം ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ആൾ ഉമർ റളിയല്ലാഹു അൻഹു, ഏത് മത്സരത്തിലും എപ്പോഴും വിജയിക്കുന്ന യോദ്ധാവ്, ആകാശത്തിന് ചുവട്ടിൽ ഒന്നിനെയും ഭയപ്പെടാത്ത പ്രകൃതം. ഈ വീരകേസരികളുടെ നേതൃത്വത്തിൽ വരുന്ന ജാഥയെ ആരെതിർക്കാനാണ്? ഇല്ല, ഒരാളും എതിർത്തില്ല. അവർ കാബയിൽ പ്രവേശിച്ചു, സുഖമായി നിസ്കാരം നിർവഹിച്ചു, അള്ളാഹുവിന് ശുക്ർ ചെയ്തു. അങ്ങനെ അതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന പ്രബോധനത്തിന് പരസ്യ രൂപം നൽകി. ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. ആ പോരാട്ടത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധീര നേതൃത്വത്തിന് കീഴിൽ സത്യത്തിന്റെ അനുയായികൾ വിജയം വരിച്ചു. അള്ളാഹുവിന്റെ പുണ്യഗേഹമാണ് പരിശുദ്ധ കഅബ. അവിടെ കയറാനും പ്രാർത്ഥിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. ധീരത മുറ്റിയ ആ കാൽവെപ്പ് അതിൽ വിജയം വരിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രാർത്ഥനയുടെ പിന്തിരിഞ്ഞു നിന്നിരുന്ന പലരും ഇസ്ലാം മതത്തിലേക്ക് വന്നു. ഇസ്ലാം പൂർവോപരി ശക്തി ആർജിക്കാൻ തുടങ്ങി. ശത്രുക്കൾക്ക് ഇത് സഹിക്കാനാകുമോ? അവർ ദീനുൽ ഇസ്ലാമിനെതിരെ ഓരോ വേലകളും ഒപ്പിച്ചുകൊണ്ടിരുന്നു. ബനു ഹാഷിം, ബനു മുത്തലിബ് എന്നീ ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി സഹകരിക്കാനോ അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനോ ക്രയവിക്രയങ്ങൾ നടത്താനോ പാടില്ലെന്ന് ഖുറൈശികൾ വിലക്ക് കൽപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നു. പ്രവാചകരെയും സഹാബികളെയും അന്നത്തെ ജനത എന്തുമാത്രം
ദ്രോഹങ്ങളാണ് ഏൽപ്പിച്ചത്. കഠിനമായ വെയിലിൽ നിർത്തുക, ചാട്ടവാറ് കൊണ്ട് ശക്തിയായി പ്രഹരിക്കുക, നിസ്കരിക്കുമ്പോൾ കുടൽമാല കഴുത്തിൽ അണിയുക, തെമ്മാടികളെ കൊണ്ട് കൂക്കി വിളിപ്പിക്കുകയും കല്ലെറിയുകയും ചെയ്യുക. ഇങ്ങനെ ഒരുപാട് മർദ്ദനമുറകൾ അവർ പ്രയോഗിച്ചു. വിലക്ക് കൽപ്പിക്കപ്പെട്ട കാരണത്താൽ മുസ്ലിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ പോലും കിട്ടിയില്ല. ഇലകൾ പോലും പറിച്ച് തിന്നത്തക്ക ദുസ്സഹമായ വിശപ്പ് അവരെ ബാധിച്ചു. നബിയുടെ നേതൃത്വത്തിന് കീഴിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അവർ അതെല്ലാം ക്ഷമിച്ചു. സഹനശക്തി അവരുടെ ഏറ്റവും വലിയ കൈമുതലായിരുന്നു. മുമ്പത്തെ ഉമറാണെങ്കിൽ ഇത്തരം ആക്രമണങ്ങളെ കൊണ്ട് ഒരിക്കലും കണ്ണും പൂട്ടിയിരിക്കുകയില്ല. പക്ഷേ ഇസ്ലാം അദ്ദേഹത്തെ സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. നബിയോടൊപ്പമുള്ള ഹ്രസ്വകാല ജീവിതത്തിനിടയിൽ ക്ഷമയും സഹനവുമെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു പരിശീലിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും തങ്ങളുടെ കൂട്ടത്തിലുള്ള കരുത്തു കുറഞ്ഞവരെ തരം കിട്ടുമ്പോൾ മുശ്രിക്കുകൾ മർദ്ദിച്ച് ഒതുക്കുന്നത് കണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷം അണപൊട്ടിയൊഴുകി. അപ്പോഴെല്ലാം നബി അരുളി, ഉമറേ ക്ഷമിക്കൂ, ഇതെല്ലാം വെറും നശ്വരം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ക്ഷമിച്ചു. സത്യത്തിൻ്റെ വായ് മൂടിക്കെട്ടാൻ ഒരുത്തനുമാവില്ലല്ലോ. സത്യം വിജയിക്കും. അത് എല്ലാ എതിർപ്പുകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ പോവുക തന്നെ ചെയ്തു. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ 1,24,000 പ്രവാചകന്മാർ പ്രബോധനം ചെയ്തു. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്തു വന്നു. എതിർപ്പുകളുടെ വലയങ്ങൾ ഭേദിച്ചത് മുന്നോട്ട് നീങ്ങി. മദീനയിലും ഇസ്ലാമിൻ്റെ മാസ്മര സന്ദേശം എത്തി. അവിടുത്തെ ജനങ്ങളും ദീനുൽ ഇസ്ലാം പുൽകാനുള്ള അഭിനിവേശം അണമുറഞ്ഞൊഴുകി. മദീനക്കാരിൽ ചിലർ ഇസ്ലാം മതം വിശ്വസിച്ചു. മക്കക്കാർ തങ്ങൾ മുസ്ലിങ്ങളോടുള്ള ബഹിഷ്കരണ നടപടി ഉപേക്ഷിച്ചു. അവർ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ കഅബയിൽ പ്രദർശിപ്പിച്ചിരുന്ന ആ ഉടമ്പടിയുടെ പകർപ്പിലെ അള്ളാഹു എന്ന നാമമല്ലാത്തത് മുഴുവനും ചിതലുകൾ തിന്ന് നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. മദീനക്കാരിൽ ചിലർ വിശ്വസിച്ചപ്പോൾ അവരുമായി നബി ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരപ്രദമായി. കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. മദീനക്കാരുമായി കരാറുണ്ടാക്കിയപ്പോൾ അവിടെ തങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് നബി അനുയായികളിൽ ചിലർ അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല മദീനക്കാരുടെ പ്രതിനിധികളായി ഒരു സംഘം ആളുകൾ മക്കയിൽ വരികയും അവർ നബിയെയും സ്വഹാബത്തിനെയും അങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു. നിങ്ങൾ മദീനയിലേക്ക് വരിക, അവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് സഹായവും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കൂടെ പിറന്ന സഹോദരന്മാരും സഹോദരികളുമായിട്ട് നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാം. മദീനക്കാരിൽ നിന്നും ഇപ്രകാരമുള്ള ഉറപ്പ് കിട്ടിയപ്പോൾ നബി ചെറിയ ചെറിയ സംഘങ്ങളെ അങ്ങോട്ട് അയച്ചു. ഈ പലായനം പരമരഹസ്യമാക്കിയാണ് നബി ചെയ്തത്. മർദ്ദനം കൊണ്ട് പൊറുതിമുട്ടി അവശരായ മുസ്ലിം ജനസാമാന്യങ്ങൾക്ക് ഇത് നല്ലൊരു അവസരമായിരുന്നു. അവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ്. മാതാപിതാക്കളെ പിരിഞ്ഞു പോകുന്നവർ, ജ്യേഷ്ഠാനുജന്മാരെ പിരിഞ്ഞു പോകുന്നവർ, ഭർത്താവിനെ പിരിഞ്ഞു പോകുന്ന ഭാര്യ, ഭാര്യയെ വിട്ടുപോകുന്ന ഭർത്താവ് എല്ലാം അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഓരോ സംഘങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഇനി പുറപ്പെടേണ്ടത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സംഘമാണ്. അതിനുവേണ്ടി നബി 20 പേരെ നിർദ്ദേശിച്ചു. പുറപ്പെടാനുള്ള സമയമായി. ഇതുവരെ യാത്രയെ സംബന്ധിക്കുന്ന വിവരം അതീവ രഹസ്യമായി വെച്ചു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒളിച്ചോടുന്നത് ഭീരുത്വമാണെന്ന് തോന്നി. ആ ധൈര്യശാലി തിരുനബിയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ യാത്ര രഹസ്യമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അതൊന്ന് പരസ്യമാക്കുവാൻ എനിക്ക് അനുമതി തരണം. നബി തിരുമേനി അനുവദിച്ചു. എല്ലാം സർവ്വലോക രക്ഷിതാവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനം തന്നെ. ഇനി ഹിജ്റയെക്കുറിച്ചുള്ള സൂചന ഖുറൈശികൾക്കുണ്ടാവട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയത് കഅബ ശരീഫിലേക്കാണ്. ഖുറൈശി പ്രമുഖരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട്. അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും എല്ലാവിധ ഖുറൈശി പ്രമാണികളും ഒരുമിച്ച് കൂടിയിരുന്ന് സൊറ പറയുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യ സിംഹം ഒരു കൊടുങ്കാറ്റ് പോലെ അതിനിടയിലേക്ക് ചെന്നത്. ഖുറൈശി പൗരപ്രമുഖന്മാരെ ഒരു പുൽക്കൊടി പോലും വകവെക്കാതെ ഉമർ റളിയല്ലാഹു അൻഹു കഅബ ശരീഫ് തവാഫ് ചെയ്തു, നിസ്കാരം നിർവഹിച്ചു. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശിലാപ്രതിമകളെ പോലെ അന്തിച്ചു നിൽക്കുന്ന ഖുറൈശി തലവന്മാരെ നോക്കി അദ്ദേഹം വെല്ലുവിളിച്ചു, ഇത് ഉമർ ബിനുൽ ഖത്താബാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ എളിയ ഒരു അനുയായി ഞാൻ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ചുണയുള്ളവരുണ്ടെങ്കിൽ, ആണായി പിറന്നവരുണ്ടെങ്കിൽ വരൂ, നമുക്കൊരു കൈ നോക്കാം.
കുട്ടികൾ യതീമാകുന്നതിൽ പേടിയില്ലാത്തവർ, ഉമ്മമാർക്ക് മക്കളില്ലാതാകുന്നതിൽ കുണ്ഠിതയില്ലാത്തവർ മാത്രം മുന്നോട്ട് വരൂ. ഒരു പോക്കിരിയും ഇളകിയില്ല. കാലുകൾ നിറത്തി ഉറച്ചു തന്നെ പോലെ അവരെല്ലാം നിശ്ചലമായിരുന്നു. ഉമറിനോട് എതിരിടാൻ ചെന്നാലുള്ള അവസ്ഥ ഖുറൈശികൾക്ക് നല്ല പോലെ അറിയാം. ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഉമറിനോട് ദേഷ്യം തീർക്കാൻ അവർക്ക് കഴിഞ്ഞത്. അത് തന്നെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചേർന്നുള്ള ഒരാക്രമണം. എന്നിട്ട് തന്നെ ഉമറിൻ്റെ കയ്യിൽ നിന്നും ഓരോരുത്തർക്കും കിട്ടിയ പ്രഹരത്തിൻ്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെയാണോ ഒറ്റക്കൊറ്റയ്ക്ക് ഒരാളും ആ വെല്ലുവിളി സ്വീകരിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചിരിയോടെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ അദ്ദേഹവും സഹയാത്രികരും മദീനയിലേക്ക് പുറപ്പെട്ടു. നുബുവ്വത്തിൻ്റെ 10-ാം കൊല്ലം മക്കയിൽ മുസ്തഖഫീൻ, ആരോഗ്യക്ഷയം കൊണ്ടും പ്രായാധിക്യം കൊണ്ടും മറ്റും ഹിജ്റ പോവാൻ സാധിക്കാത്ത ബലഹീനർ എന്നൊരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അങ്ങനെയിരിക്കെ നബി തങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള അനുമതി ലഭിച്ചു. നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി മദീനയിലേക്ക് പുറപ്പെട്ടു. അതിഗംഭീരമായ ഒരു സ്വീകരണ ചടങ്ങാണ് മദീനയിൽ നബിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്വീകരണ പരിപാടിയെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി സഹകരിച്ചു. മക്കക്കാരായ മുഹാജിറുകളും മദീന നിവാസികളായ അൻസാറുകളും തമ്മിൽ സഹോദര തുല്യമായ ജീവിതമാണ് നയിച്ചു പോന്നത്. സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. മുഹാജിറുകൾ അൻസാറുകളുടെ കൂടെ വിശുദ്ധ മദീനയിൽ. അൻസാറുകൾ തങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം മക്കയിൽ നിന്നും പലായനം ചെയ്ത മുഹാജിറുകൾക്ക്, മുഹാജിർ സഹോദരങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്നു. തങ്ങളുടെ സഹോദരിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. തങ്ങളുടെ ഭാര്യമാരിൽ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലി മുഹാജിർ സഹോദരന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ലോക ചരിത്രത്തിൽ ഇത്രയും ഉദാത്തമായ ഒരു മാതൃക എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 4-ാം ഭാഗം അടുത്തയാഴ്ച, ആ ചരിത്രത്തിലൂടെ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു.